ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതോടെ തകിടം മറിഞ്ഞിരിക്കുകയാണ് മാലദ്വീപ് ടൂറിസം മേഖല. രാജ്യത്തിന്റെ ടൂറിസം വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. രാജ്യത്തിന്റെ ഇന്ത്യാവിരുദ്ധ നയത്തിന് ഇതോടെ വൻ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. 2023 ഇന്ത്യയായിരുന്നു മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യക്കാരുടെ സന്ദർശനം കുറഞ്ഞതോടെ ടൂറിസ്റ്റുകളുടെ വരവിൽ 33% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2023 17 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 2.1 ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ്. റഷ്യയും ചൈനയുമാണ് തൊട്ടുപിന്നിലുള്ളത്. 2022 2.4 ലക്ഷം ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിച്ചതായി പറയുന്നുണ്ട്. കോവിഡ് കാലത്ത് പോലും മാലദ്വീപിൽ ഇന്ത്യക്കാർ സന്ദർശനം നടത്തിയിരുന്നു. ഓഫ് സീസണുകളിൽ പോലും ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വരവായിരുന്നു മാലദ്വീപിന്റെ വരുമാനത്തിൽ വലിയൊരു പങ്കും വഹിച്ചിരുന്നത്. ഇന്ത്യൻ സന്ദർശകർ കുറഞ്ഞതിലൂടെ 1.8 മുതൽ $2 ബില്യൺ വരെ മാലദ്വീപിന് നഷ്ടം സംഭവിക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുയ്സു അധികാരത്തിലെത്തിയതോടെ ഇന്ത്യ വിരുദ്ധ നിലപാട് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലദ്വീപ്. ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൊയ്സു. ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെ ചൈന മാലദ്വീപുമായി കരാറുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ രംഗത്തു വന്നിരുന്നു. ഇതോടെയാണ് ഇന്ത്യയിൽ മാലദ്വീപിനെതിരെ പ്രതിഷേധം ഉടലെടുത്തത്. മുഹമ്മദ് മുയ്സു പ്രസിഡന്റായി അധികാരത്തിലേറിയ അന്നു മുതൽ തുടങ്ങിയതാണ് ഇന്ത്യയുമായുള്ള പ്രശ്നം. മാലദ്വീപിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ദശാബ്ദക്കാലമായി വടംവലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടമായിരുന്നു മൗസുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പ്. കാലങ്ങളായി മാലദ്വീപിൽ സ്വാധീനം ചെലുത്താൻ ഇന്ത്യയും ചൈനയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നിട്ടും മാലദ്വീപ് ഇന്ത്യക്കും ചൈനയ്ക്കും പടിഞ്ഞാറിനും വളരെ സുപ്രധാനമായ രാജ്യങ്ങളിലൊന്നാണ്. ഗൾഫിൽ നിന്ന് എണ്ണ ലഭിക്കാൻ ചൈന ഉപയോഗിക്കുന്ന പാത ഉൾപ്പെടെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടുകളുടെ ഒരു പ്രധാന പോയിന്റാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള മാർഗമായി മാലദ്വീപിനെ കാണുന്നുണ്ട്. ചൈന ഈ മേഖലയിൽ അവരുടെ സ്വാധീനം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ മുഹമ്മദ് മുയ്സുവിൻ്റെ സ്ഥാനാരോഹണം അയൽക്കാർക്ക് ആഹ്ലാദം പകർന്നിരുന്നതാണ്. അന്നു മുതലാണ് അവർ തമ്മിലുള്ള ബന്ധവും ദൃഢമായി തുടങ്ങിയത്. റൺ ഓഫിൽ 54% വോട്ടുകൾ നേടി അധികാരത്തിലേറിയ മൊയ്സുവിനെ പക്ഷേ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ വെറുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ താഴെയിറക്കാനുള്ള നടപടികളുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അധികാരത്തിലെത്തിയതു മുതൽ അടുത്ത 5 വർഷക്കാലവും മാലദ്വീപിൻ്റെ നയതന്ത്ര ബന്ധം ന്യൂഡൽഹിയുമായി ചേർത്ത് നിർത്താനായിരുന്നു അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് സോഹരി ശ്രമിച്ചിരുന്നത്. ചൈനയെ അകറ്റി നിർത്താനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതേസമയം മൊയ്സുവിൻ്റെ മുൻ ഭരണകാലത്ത് അദ്ദേഹം വിമർശനം മുഴുവൻ കേട്ടിരുന്നത് ചൈനീസ് പ്രേമത്തിൻ്റെ പേരിലായിരുന്നു. നിരവധി അഴിമതി ആരോപണങ്ങളും അതിൻ്റെ പേരിൽ ഉയർന്നിരുന്നു. ചൈനയുടെ സാമ്പത്തിക പിന്തുണയോടെ ദ്വീപ് രാജ്യത്തെ പുരോഗതിയിലെത്തിക്കാനായിരുന്നു മൊയ്സുവിന് താൽപ്പര്യം. ചൈനീസ് വായ്പകളുടെ കുത്തൊഴുക്കായിരുന്നു അന്ന് അറ്റോൾ രാജ്യത്തേക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് പണം അദ്ദേഹം മാലദ്വീപിന് വേണ്ടി വാങ്ങുകയും ചെയ്തെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതലും സ്വന്തം കാര്യത്തിനായി കൈക്കലാക്കിയെന്നാണ് അഴിമതി കഥകളിൽ പറയുന്നത്. മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമീനാണ് മൊയ്സുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ. പേരുകേട്ട ചൈനീസ് ആരാധകനാണ് യമീനും. തൻ്റെ ഭരണകാലത്ത് വൻതോതിലാണ് ചൈനീസ് കടം അദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയത്. കൂടാതെ കടുത്ത ഇന്ത്യ വിമർശകനുമായിരുന്നു അദ്ദേഹം. 2 കാര്യത്തിലും യമീനെ പിന്തുടരുകയാണ് മൊയ്സുവും. യമീൻ കടം വാങ്ങി മാലദ്വീപിനെ ചൈനയ്ക്ക് പണയം വെച്ചിരിക്കുകയാണെന്ന പ്രതിഷേധം 2018 ഇന്ത്യയോട് അടുത്തു നിൽക്കുന്ന മുഹമ്മദ് സോഹലിനെ അധികാരത്തിലെത്തിച്ചിരുന്നു. യമീന് നേരെ ജയിലിലേക്കും പോവുകയാണ് ഉണ്ടായത്. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ചൈനയുമായുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുമെന്ന് മൊയ്സു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ബന്ധം ദൃഢമാക്കിയതിന് പിന്നാലെ മാലദ്വീപ് കടം വാങ്ങിയ തുക എത്രയും വേഗം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മാലദ്വീപിലെ ഒരു ദ്വീപ് തന്നെ ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇത് മുതലാക്കി മാലദ്വീപിനെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ ചൈനയും ആരംഭിച്ചു കഴിഞ്ഞു.